നമസ്കാരം. വോയിസ് ഓഫ് RBRലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിൽ വിവിധ തസ്തികകളിലായി 16 ഒഴിവുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്നറിയാമോ? ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ മാത്രം 14 ഒഴിവുകൾ, അതും കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ. ശമ്പളം 24,000 മുതൽ, പ്രായപരിധി 40 വയസ്സ് വരെ. തിരഞ്ഞെടുപ്പ് ഷോർട്ട് ലിസ്റ്റ് പ്ലസ് ഇൻ്റർവ്യൂ വഴിയാണ്. റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റൻറ്റ് എന്നീ തസ്തികകളിലും അവസരങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിഗ്രി, PG, DCA തുടങ്ങിയ യോഗ്യതയുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ അവസാനത്തോളം കാണണം. പ്രത്യേകിച്ച് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ ഈ വീഡിയോയിലെ അപേക്ഷ അയക്കേണ്ട വിലാസം, സ്വന്തം ജില്ലയ്ക്ക് ലഭിക്കുന്ന മുൻഗണനയും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രധാന കാര്യം കൂടി, ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോമാണ് അയക്കേണ്ടത്. അതിനാൽ എങ്ങനെ അപേക്ഷിക്കണം, ഏത് തസ്തികയ്ക്ക് എന്താണ് യോഗ്യത, ശമ്പളം എത്ര, പ്രായപരിധി എത്ര, തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, എല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ ഈ അവസരത്തിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കാം. കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പിലാണ് നിയമനം. ആകെ 16 ഒഴിവുകൾ. അതിൽ റിസർച്ച് ഓഫീസർ 1 ഒഴിവ്, റിസർച്ച് അസിസ്റ്റൻ്റ് 1 ഒഴിവ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 14 ഒഴിവുകൾ. അതായത് ആകെ 16. ഇതിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകളുടെ പ്രത്യേകതയാണ് 14 ജില്ലകളിലും ഒഴിവ് വീതം ഉള്ളത്. അതിനാൽ നിങ്ങൾ ഏത് ജില്ലക്കാരനാണെങ്കിലും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് സ്വന്തം ജില്ലയിൽ അവസരം ലഭിക്കാനുള്ള സാധ്യത പരിഗണിക്കാം. കൂടാതെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവർ താമസിക്കുന്ന സ്വന്തം ജില്ലയിൽ മുൻഗണന ലഭിക്കും എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഓരോ തസ്തികയും വിശദമായി നോക്കാം. ആദ്യത്തെ തസ്തികയാണ് റിസർച്ച് ഓഫീസർ. ഈ തസ്തികയിൽ 1 ഒഴിവാണ് ഉള്ളത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ്. എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതായത് PG വേണം. ഇതിനൊപ്പം മറ്റൊരു പ്രധാന യോഗ്യത കൂടിയുണ്ട്. സർക്കാർ മേഖലയിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. അതായത് PG മാത്രം ഉള്ളവർ യോഗ്യത പരിശോധിക്കുമ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് നിർബന്ധമായും പ്രത്യേകം ശ്രദ്ധിക്കണം. ശമ്പളം എത്രയാണ്? 36,000. അതായത് ഈ 3 തസ്തികകളിൽ ഏറ്റവും ഉയർന്ന പ്രതിമാസ ശമ്പളം ലഭിക്കുന്നത് റിസർച്ച് ഓഫീസർ തസ്തികയിലാണ്. നിങ്ങൾ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസ് PG നേടിയുള്ള ആളാണെങ്കിൽ, കൂടാതെ ആവശ്യമായ പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ഈ തസ്തിക തീർച്ചയായും പരിശോധിക്കണം. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക, ക്വാളിഫിക്കേഷൻ മാത്രം നോക്കി അപേക്ഷിക്കരുത്, എക്സ്പീരിയൻസ് റിക്വയർമെൻറ്റ് കൂടി ഉറപ്പാക്കണം. ഇനി രണ്ടാമത്തെ തസ്തിക റിസർച്ച് അസിസ്റ്റൻറ്റ്. ഇവിടെ 1 ഒഴിവാണുള്ളത്. റിസർച്ച് ഓഫീസർ തസ്തികയിലേക്കതുപോലെ തന്നെ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് PG ആണ് പ്രധാന വിദ്യാഭ്യാസ യോഗ്യത. ഇതിനോടൊപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സംബന്ധിച്ച അറിവും പ്രധാനമാണ്. DCA അല്ലെങ്കിൽ PGDCA, എക്സൽ പരിജ്ഞാനം, ഇംഗ്ലീഷ്, മലയാളം ഭാഷാ വൈദഗ്ധ്യം എന്നിവ അഭിലഷണീയമാണ്. അതായത് കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ പരിചയമുള്ളവർക്ക് ഇത് കൂടുതൽ അനുയോജ്യമായ അവസരമായിരിക്കും. ഇനി തസ്തികയുടെ ശമ്പളം 30,000. അതിനാൽ റിസർച്ച് ഓഫീസർ കഴിഞ്ഞ ശമ്പളത്തിൽ രണ്ടാമത് റിസർച്ച് അസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾ PG കഴിഞ്ഞ ആളാണോ? എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണോ? കമ്പ്യൂട്ടർ, എക്സൽ തുടങ്ങിയവയിൽ പരിചയമുണ്ടോ? എങ്കിൽ ഈ തസ്തികയുടെ വിശദാംശങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനവുമായി ഒത്തുനോക്കി അപേക്ഷ പരിഗണിക്കാം. ഇനി ഈ റിക്രൂട്ട്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയുള്ള തസ്തികയിലേക്ക് വരാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇവിടെ 14 ഒഴിവുകളാണുള്ളത്. അതായത് റിസർച്ച് ഓഫീസർ 1, റിസർച്ച് അസിസ്റ്റൻ്റ് 1 എന്നതിനൊപ്പം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 14, ആകെ 16. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ ഒഴിവ് വീതം. അതുകൊണ്ട് തന്നെ ഈ അവസരം പലർക്കും വളരെ പ്രധാനപ്പെട്ടതാകാം. ഇനി യോഗ്യത നോക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതോടൊപ്പം അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ഡിപ്ലോമ DCA വേണം. അതായത് ഡിഗ്രി പ്ലസ് DCA എന്നതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. ഇതിനൊപ്പം ഒരു മുൻഗണന കൂടിയുണ്ട്. ഇരുചക്ര വാഹന ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ശമ്പളം 24,000. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അവർ താമസിക്കുന്ന സ്വന്തം ജില്ലയിൽ മുൻഗണന ലഭിക്കും. അതിനാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് വിജ്ഞാപനത്തിലെ നിങ്ങളുടെ ജില്ലയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൃത്യമായി പരിശോധിക്കുക. ഇവിടെ വരെ കണ്ട കാര്യങ്ങൾ ഒന്ന് പെട്ടെന്ന് ഓർമ്മിപ്പിക്കാം. റിസർച്ച് ഓഫീസർ ഒഴിവൊന്ന്, യോഗ്യത എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ഫസ്റ്റ് ക്ലാസ് PG പ്ലസ് ആവശ്യമായ 2 വർഷത്തെ എക്സ്പീരിയൻസ്. ശമ്പളം 36,000.
റിസർച്ച് അസിസ്റ്റൻറ്റ് ഒഴിവൊന്ന്, യോഗ്യത എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഫസ്റ്റ് ക്ലാസ് PG, DCA, PGDCA, എക്സൽ, ഇംഗ്ലീഷ്, മലയാളം എന്നിവ അഭിലഷണീയം. ശമ്പളം 30,000. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഒഴിവ് 14, യോഗ്യത ഡിഗ്രി പ്ലസ് DCA, 2 വീലർ ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന. ശമ്പളം 24,000. ഇനി അടുത്തതായി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഏജ് ലിമിറ്റ്, കോൺട്രാക്ട് പീരീഡ്, സെലക്ഷൻ പ്രോസസ്സ്, പിന്നെ ഏറ്റവും പ്രധാനമായി ആപ്ലിക്കേഷൻ അയക്കേണ്ട രീതി. അതിനാൽ വീഡിയോ ഇവിടെ നിർത്താതെ തുടരുക. ഇനി പ്രായപരിധി നോക്കാം. അപേക്ഷകൻ്റെ പരമാവധി പ്രായം 40 വയസ്സാണ്. അതായത് 40 വയസ്സിന് മുകളിലുള്ളവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനത്തിലെ വിശദമായ പ്രായ നിബന്ധനകൾ നിർബന്ധമായും പരിശോധിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ നിയമനം സ്ഥിര നിയമനം എന്ന രീതിയിൽ കാണരുത്. ആദ്യഘട്ടത്തിൽ 7 മാസത്തേക്കാണ് നിയമനം. എന്നാൽ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ നിയമനം നീട്ടി നൽകാൻ സാധിക്കും. അതായത് ഇതൊരു 7 മാസത്തെ ഇൻ്റൽ അപ്പോയിൻമെൻ്റ് ആണ്. അതിനാൽ ജോലി തേടുന്നവർ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ നിയമനത്തിൻ്റെ സ്വഭാവവും കാലാവധിയും മനസ്സിലാക്കണം. ഇനി പലരും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്? ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ആദ്യം ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും നിയമനം നടത്തുന്നത്. അതായത് ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആപ്ലിക്കേഷൻ, ഷോർട്ട് ലിസ്റ്റിംഗ്, ഇൻ്റർവ്യൂ, റാങ്ക് ലിസ്റ്റ്, അപ്പോയിൻമെൻറ്റ് എന്നതാണ്. അതിനാൽ അപേക്ഷ അയച്ചാൽ മാത്രം ജോലി ഉറപ്പാണ് എന്ന് കരുതരുത്. ഷോർട്ട് ലിസ്റ്റിങ്ങും ഇൻ്റർവ്യൂ ഉണ്ടാകും. ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, എങ്ങനെ അപേക്ഷിക്കണം. ഇനി ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. എങ്ങനെ അപേക്ഷിക്കണം? ഇവിടെ സാധാരണ പല സർക്കാർ അപേക്ഷകളിലും കാണുന്ന രീതിയിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല. വിജ്ഞാപനത്തോടൊപ്പമുള്ള നിശ്ചിത മാതൃകയിലുള്ള ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോം മാത്രമാണ് സ്വീകരിക്കുന്നത്. അതായത് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫിസിക്കലായി അയക്കണം. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം, അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അയക്കേണ്ടതില്ല. എന്നാൽ ഇൻ്റർവ്യൂ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിനാൽ അപേക്ഷ അയക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി അപേക്ഷ അയക്കേണ്ട വിലാസം: ദി കമ്മീഷണറേറ്റ് ഓഫ് സിവിൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമർ അഫെയർസ്, പബ്ലിക് ഓഫീസർ കോംപ്ലക്സ്, ട്രിവാൻഡ്രം. അയക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. അപേക്ഷ രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി അയക്കണം. കവറിന് മുകളിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് വ്യക്തമായി എഴുതണം. ഉദാഹരണത്തിന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ കവറിന് മുകളിൽ ആ തസ്തികയുടെ പേര് വ്യക്തമായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ റിസർച്ച് അസിസ്റ്റൻറ്റും ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിനും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒരു അപേക്ഷയിൽ രണ്ടും ചേർക്കാതെ 2 പ്രത്യേക അപേക്ഷകൾ സമർപ്പിക്കണം. ഇനി ഈ ഒരു കാര്യം മറക്കരുത്. അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചെക്ക് ലിസ്റ്റ് നോക്കാം. 1. നിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടോ? 2. പ്രായപരിധി 40 വയസ്സിനുള്ളിലാണോ? 3. റിസർച്ച് ഓഫീസർ ആണെങ്കിൽ ആവശ്യമായ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? 4. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണെങ്കിൽ ഡിഗ്രി പ്ലസ് DCA ഉണ്ടോ? 5. ആപ്ലിക്കേഷൻ ഫോം കൃത്യമായി പൂരിപ്പിച്ചോ? 6. സർട്ടിഫിക്കറ്റ് കോപ്പീസ് ഇപ്പോൾ അയക്കേണ്ടതില്ലെന്ന് ശ്രദ്ധിച്ചോ? 7. ഇൻ്റർവ്യൂ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ തയ്യാറാണോ? 8. രജിസ്റ്റേർഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴി ശരിയായ വിലാസത്തിലേക്ക് അയച്ചോ? 9. കവറിൻ്റെ പുറത്ത് അപേക്ഷിക്കുന്ന തസ്തികയുടെ പേര് വ്യക്തമായി എഴുതിയോ? 10. ഒന്നിലധികം തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം അപേക്ഷകൾ തയ്യാറാക്കുക. ഇവയെല്ലാം പരിശോധിച്ച ശേഷം മാത്രം അപേക്ഷ അയക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 22. വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ലഭ്യമായ വിജ്ഞാപന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപേക്ഷ അയക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം നിർബന്ധമായും പരിശോധിക്കുക. പ്രത്യേകിച്ച് അപേക്ഷയുടെ അവസാന തീയതി, അപേക്ഷാ ഫോം, മറ്റ് നിബന്ധനകൾ, വിശദമായ യോഗ്യതകൾ എന്നിവ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ നിന്ന് ഉറപ്പാക്കുക. വിജ്ഞാപനത്തിൻ്റെ വിവരങ്ങൾ ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ യൂട്യൂബ് വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അപേക്ഷ അയക്കാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഫൈനൽ അതോറിറ്റി. അപ്പോൾ സുഹൃത്തുക്കളെ, ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് 16 വേക്കൻസീസ്, റിസർച്ച് ഓഫീസർ 1, റിസർച്ച് അസിസ്റ്റൻറ്റ് 1, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 14. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ എല്ലാ ജില്ലകളിലും ഓരോ വീതം. ശമ്പളം 24,000 മുതൽ 36,000 വരെ. പ്രായപരിധി 40 വയസ്സ്. സെലക്ഷൻ ഷോർട്ട് ലിസ്റ്റ്, ഇൻ്റർവ്യൂ പ്ലസ് റാങ്ക് ലിസ്റ്റ്. ആപ്ലിക്കേഷൻ ഫിസിക്കൽ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങൾക്ക് ഈ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങൾക്ക് കഴിയുന്നത്ര വേഗത്തിൽ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കേരള ഗവൺമെൻറ് ജോബ്, പ്രൈവറ്റ് ജോബ്സ്, ജോബ് വേക്കൻസീസ്, റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സ് എന്നിവ കൃത്യമായി അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഈ അവസരം ജോലി അന്വേഷിക്കുന്ന ഒരു സുഹൃത്തിനോ കുടുംബാംഗങ്ങൾക്കോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ തൊഴിൽ വാർത്തകളുടെ വിശ്വസ്ത കൂട്ടുകാരൻ. നന്ദി.